ഹോം ടൂർ ചെയ്ത് പരിചയമൊന്നുമില്ല, എന്നാലും ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹോം ടൂർ കണ്ടാലോ? ട്രിവാൻഡ്രത്ത് കരമന എന്ന സ്ഥലത്തിന് അടുത്താണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഈ വീട്. പത്മനാഭസ്വാമിയുടെ അമ്പലത്തേക്കും ആറ്റുകാലമ്മയുടെ അമ്പലത്തേക്കും ഒക്കെ ഇവിടുന്ന് പോകാൻ നല്ല ഈസിയാണ്, തൊട്ടടുത്താണ്. ഇത് സെക്കൻഡ് ഫ്ലോർ ആണ്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 അപ്പാർട്ട്മെന്റ്സും ഫസ്റ്റ് ഫ്ലോറിൽ 2 അപ്പാർട്ട്മെന്റ്സും ആണ് ഉള്ളത്. അതിന്റെ മുകളിൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു വീടാണത്. നമ്മൾ റെന്റിനാണ് കേട്ടോ താമസിക്കുന്നത് ഇവിടെ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഒരു ചെറിയ അലക്കുകല്ലൊക്കെ ഉണ്ട്. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ ഈ വീട്ടില്. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ദാ ടോമിക്കുട്ടനാണ് വെൽക്കം ചെയ്യാൻ വരുന്നേ. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ. ഈ ലിവിംഗ് റൂം ഡബിൾ ഹൈറ്റിലാണ്, തീരെ ചൂടൊന്നുമില്ല കേട്ടോ. ഇതാണ് പൂജാ റൂം. വിളക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് റൂം. ഇവിടെ താഴെ 3 ബെഡ്റൂമാണുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിൽ അച്ഛൻ്റെ വർക്കിംഗ് സ്പേസും പിന്നെ ഒരു ചെറിയ സ്റ്റുഡിയോൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പാക്ക് ചെയ്തെടുത്ത് വെച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഈ റൂം കുറച്ച് കച്ചറയായിട്ടിരിക്കുകയാണ്. നമ്മൾ പാക്ക് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും ഈ റൂമിൽ കൊണ്ടുപോയിട്ടാണ് ഡംപ് ചെയ്തിരിക്കുന്നത്. പിന്നെ കോട്ടയ്ക്കലിൽ അമ്മ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അൺവാണ്ടഡ് ഹെയർസ് പെർമനൻ്റ്ലി റിമൂവ് ചെയ്യാൻ സയൻറ്റിഫിക് ഇലക്ട്രോലൈസിസിൻ്റെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാധനങ്ങളും ഈ റൂമിലാണ്. ഈ കൃഷ്ണനെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഭയങ്കരമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന ഒരു കൃഷ്ണനാണ്. നല്ല ഭംഗിയുള്ളൊരു കൃഷ്ണനാണ്. ഈ വീട് തുറന്ന് വരുമ്പോൾ തന്നെ നമ്മൾ കാണുക ഈ കൃഷ്ണനെയാണ്. നല്ല സങ്കടമുണ്ട് ഈ കൃഷ്ണനെ ഇവിടെ വിട്ട് പോരാൻ. നമുക്ക് ഈ വീട് കിട്ടുമ്പോൾ അൺഫർണിഷ്ഡ് ആയിട്ടാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഈ കൃഷ്ണനെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീടെടുത്തത്. ഈ വീട്ടിലുണ്ടായിരുന്ന കൃഷ്ണനാണ്. ഈ കൃഷ്ണനും കൃഷ്ണൻ്റെ ടേബിളും ഈ വീട്ടിലുണ്ടായിരുന്നതാണ് കേട്ടോ. താഴത്തെ ഒരു റൂം കാണിക്കാൻ വിട്ടുപോയി. അത് ലാസ്റ്റ് ഒരു ക്ലിപ്പായിട്ട് ആഡ് ചെയ്യാം.
ഇനി മോൾ ഭാഗം കാണാം. ഇതൊക്കെ എൻ്റെ റൂമിലത്തെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചാണേ. ഇനിയുണ്ട് ഒരുപാട് പാക്ക് ചെയ്യാൻ. ഇതാണ് എൻ്റെ റൂം. ഇനി ഇവിടെ ഒരു ചെറിയ ടെറസ് ഉണ്ട്. ടെറസ് അല്ലെങ്കിൽ ബാൽക്കണി എന്ന് പറയാം. വൈകുന്നേരം ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇത് വർക്ക് ഏരിയ. ഇവിടെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സാധനങ്ങൾ മാറ്റിയിട്ടുള്ള കാലിയായി കിടക്കുന്ന വീടും കൂടിയും കണ്ടാലോ? ഞാൻ പറഞ്ഞിരുന്നു ഒരു റൂം വിട്ടുപോയിന്ന്. ആ റൂമാണ് ഇത്. എനിക്ക് ഈ വീട്ടിലത്തെ ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ലൈറ്റ്സ് ഉണ്ട്. തിരുവനന്തപുരത്തേക്ക് ഫസ്റ്റ് ഷിഫ്റ്റായി വന്നപ്പോൾ ഞങ്ങൾ പേരൂർക്കട ഭാഗത്തായിരുന്നു നിന്നത്. അവിടെ 18ാമത്തെ നിലയിൽ ഒരു ഫ്ലാറ്റിലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഫ്ലാറ്റിൽ നിൽക്കണേ. അപ്പോൾ 18ാമത്തെ നിലയിൽ നല്ല വ്യൂ ആണ്, നല്ല കാറ്റാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ തിരുവനന്തപുരം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ കരമന ഭാഗത്തേക്കുള്ള ഈ വീട്ടിലേക്ക് മാറിയപ്പോഴാണ് കുറച്ചും കൂടിയും തിരുവനന്തപുരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് മടി ഉണ്ടായിരുന്നെങ്കിലും ഈ ട്രാൻസ്ഫർ വന്നതിന് ശേഷം എനിക്ക് ചെയ്യാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഈ വീട് എന്നൊരു നല്ല മെമ്മറി ആയിട്ട്
നമുക്ക് എടുത്തു വെക്കാൻ പറ്റുമല്ലോ, യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ. ഇതാ താഴെ ടോമി വീട്ടിൽ ഫുള്ള് ഓടി കളിച്ചിട്ട് ക്ഷീണിച്ച് കിടക്കുകയാണേ. ടോമി ഇടയ്ക്ക് കൃഷ്ണനോട് സംസാരിക്കാൻ പോവേ. ഈ കോണി കയറിയിട്ട് അവിടെ കൃഷ്ണൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്ക് തോന്നും കൃഷ്ണനോട് സംസാരിക്കുകയെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം.